ക്രിസ്മസ് വെക്കേഷനായിട്ട് ഞങ്ങൾ അമ്മൂമ്മയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഫിഷ് ടാങ്ക് കംപ്ലീറ്റ് ആയിട്ട് അഴുക്കായി കിടക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുത്താലോ? അതുകൊണ്ടാണ് ഫിഷ് ടാങ്ക് ആ സൈഡിൽ നിന്ന് എടുത്തോ. ഒരു സൈഡിലേക്ക് മാറ്റി. കൊറ്റിയും പൊന്മയും ഒന്നും മീനുകളെ പിടിച്ചോണ്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നെറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് നെറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് ആദ്യം ചട്ടി മാറ്റാം. ഈ മീനെ പിടിച്ചിടാൻ ബക്കറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുണ്ടേ. വീഴും. ഇന്ന് പണിയെടുക്കാത്തവരൊക്കെ വന്ന് പണിയെടുക്കണ്ടേ. ചെറിയ പൈപ്പായതുകൊണ്ട് തന്നെ വെള്ളം മെല്ലെ പോവുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനും മാമയും കൂടി ഒരു നെറ്റ് വലിച്ചു കെട്ടി വെള്ളം അതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്തത്. അങ്ങനെ കിട്ടുന്ന ഓരോ മീനിനെയും ഞങ്ങൾ അപ്പോൾ തന്നെ ബക്കറ്റിലേക്ക് മാറ്റി. മീൻപിടുത്തം ഒന്ന് സ്പീഡാക്കാൻ വേണ്ടിയിട്ട് അമ്മച്ചൻ അങ്ങോട്ട് ഇറങ്ങി. കൂട്ടത്തിൽ ഇവൻ ഇത്തിരി ഭീകരനാ. ടാങ്കിലെ വെള്ളം ഏകദേശം തീരാറായപ്പോഴേക്കും ശ്രീയാന്റി ബ്രഷ് കൊണ്ട് വന്നു. ഇനി ഇതിലെ പായലൊക്കെ ഉരച്ച് വൃത്തിയാക്കണം. ഐശ്വര്യമായിട്ട് അമ്മച്ചൻ അങ്ങോട്ട് തുടങ്ങി വെച്ചു. പിന്നെ ഞങ്ങളും. ടാങ്ക് നിറച്ച് മണൽത്തരി ആയതുകൊണ്ട് തന്നെ ഒരു തുണി വെച്ച് അത് തുടച്ചെടുത്തു. ടാങ്കിന്റെ സൈഡിലുള്ളത് വേറെ തുണി വെച്ചും തുടച്ചെടുക്കുകയും ചെയ്തു. ഏകദേശം ഒരു 1.5 മണിക്കൂർ കൊണ്ട് തന്നെ ഒരുവിധം ടാങ്ക് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെള്ളമടിച്ച് നിറയ്ക്കാം. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങൾ ടാങ്കിൽ നിന്ന് ബക്കറ്റിലേക്ക് മാറ്റിയ മീനുകൾ. ഇത് കോയൽ കിണറിലത്തെ വെള്ളമായ കാരണം ഡയറക്റ്റ് അരിക്കിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മീനിന് കംപ്ലൈന്റ് വരും. അവർക്ക് ഓക്സിജൻ ശരിക്കും കിട്ടില്ല. അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് മീനിന് ഇടുന്നത്. 2 വെള്ളം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് മീനിന് കുഴപ്പമുണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ കിടന്നിരുന്ന ടാങ്ക് ഞങ്ങൾ ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ ആക്കിയിട്ടുണ്ട്. കാര്യമൊന്നുമില്ല, 2 ആഴ്ചയും കൊണ്ട് തന്നെ ഇത് പഴയ പോലെ ആയിട്ടുണ്ടാവും. അപ്പൊ എല്ലാവർക്കും ബൈ.